എത്ര വലിയ എന്താണ് കൊടി കെട്ടിവിട്ട കൊമ്പനാണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാൻ വന്നവനാണെങ്കിൽ മക്കളെ വിട്ടോ, കയ്യാലേക്ക് പുറത്ത്, അവിടെ മതി എന്ന് ഞാനാണെ പറയും. കാരണം എനിക്ക് വലുത് എന്റെ കുടുംബമാണ്. സഹോദരങ്ങൾക്ക് അങ്ങോട്ടും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കടമയായിട്ട് തന്നെ കാണുന്ന ആളാണ് ഞാൻ. അല്ലാതെ കടപ്പാടായിട്ടോ ബാധ്യതയായിട്ടോ കാണുന്നവരാണ് അതേക്കുറിച്ച് ഈ കുറ്റമായിട്ട് പറഞ്ഞു നടക്കുന്നത്. അവന്റെ വീട്ടില് ഞാൻ എന്തിനാണ് കേട്ടാതിരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെയൊന്നും ഇതാണ് പറഞ്ഞ മാനിപ്പുലേറ്റിംഗ് റീച്ചിങ്, അതാണ് റീച്ചാണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് നിൽക്കുമല്ലേ വിവാദം. രേണുവിനെ കുടുംബത്തിനെ കുറിച്ച് കിച്ചു ഒരുപാട് പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് രേണുവിന്റെ അഭിപ്രായം എന്താ? കുടുംബത്തെ കുറിച്ച് ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ അങ്ങനെ കാത്തിരുന്ന സുദിനം ഇന്ന് വന്നിരിക്കുകയാണ്. ബൂം ചിക്ക ബൂബയായിട്ട് നമ്മുടെ രേണുസുതി റാസൽ ഖൈമിൽ നിന്ന് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ എത്തി കുറച്ച് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെയായാലും രേണുസുതി കൊടുക്കുമെന്ന്. അപ്പൊ സോ ഫ്രണ്ട്സ്, എന്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലൊപ്പം ലൈക്ക് എന്നൊരു ഓപ്ഷൻ കാണും, അത് കൊടുക്കുക. പിന്നെ ലൈക്ക് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ചിലവർക്ക് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കിട്ടിയിരിക്കും, അതും ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറെ കമന്റുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം എന്തൊക്കെയായാലും നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. രേണുസുതി എന്നൊരു വ്യക്തി കേരളത്തിൽ കാല് കൂത്താൻ നോക്കിയിരിക്കുകയായിരുന്നു നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമുക്കറിയാം കിച്ചുവും രേണുവുമായിട്ടുള്ള വിവാദ പ്രശ്നങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പം രേണുവിന്റെ വായിൽ നിന്ന് എന്ത് തെളിവുകളാണ് ഇടാൻ പോകുന്നത് എന്നൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഇത്. അപ്പം ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഇന്റർവ്യൂവിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതായത് ഇതുവരെ കിച്ചുവിന് കൊടുത്തിരിക്കുന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതെല്ലാം തെളിവ് സഹിതം വെച്ചൊരു ഇന്റർവ്യൂ ആണ് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അപ്പം ഈ ഒരു 100-100 രൂപയുടെ കണക്കല്ല എന്നും ഞാൻ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കായാലും നമുക്ക് തുടങ്ങാം. എക്കായാലും ഇത്ര നാളും ഇൻസ്റ്റയ്ക്ക് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു. ഇനി അൽഗോരിതം നന്നായിട്ട് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്കാണ്. കാരണം രേണുസുതി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വെച്ച് താമസിക്കേണ്ട കാണാം. രേണുവിനെ കുടുംബത്തിനെ കുറിച്ച് കിച്ചു ഒരുപാട് പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് രേണുവിന്റെ അഭിപ്രായം എന്താ? കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ കിച്ചു പറഞ്ഞ എല്ലാത്തിനെയും കാര്യമാണ് ചോദിച്ചത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും പറയുള്ളൂ. കിച്ചുവിന്റെ വിവാദത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, സുധിച്ചേട്ടൻ, നിങ്ങൾക്കൊക്കെ അറിയാം, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ തന്നിരിക്കുന്നത് കുറച്ച് കടങ്ങളും കുറെ പ്രാരാബ്ദങ്ങളും 2 മക്കളെയും തന്നിട്ടാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. ഒരുപാട് സ്വത്തുക്കളോ ഒരു സ്വത്ത് തരാതാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ 2 മക്കളെ നന്നായിട്ട് ഞാൻ നല്ല നിലയിൽ നോക്കിയിട്ടുണ്ട്. കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പം കിച്ചുവിന് 10-22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെ ആയി. പിന്നെ അവൻ എന്തും പറയട്ടെ, അവന് എന്താ പറയാ, അവൻ വന്ന് പറയുന്ന അവന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പം അതിനകത്ത് വിയോജിപ്പോ കാര്യങ്ങളോ ആരോട് പിണക്കങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിന്റെ പുറകിൽ ആരൊക്കെയാണ് കളിച്ചതെന്നും എന്തിനാണ് മാനിപ്പുലേറ്റിംഗ് നടത്തി, അതുപോലെ തന്നെ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എക്സ്ക്യൂസ് മീ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരേ സമയം ഒരു വായും കൊണ്ട് 2 വർത്താനം പറഞ്ഞ രേണുസുതിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. ഒരു സമയം രേണുസുതി പറയുന്നു അത് അവന്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അവന്റെ അഭിപ്രായങ്ങൾ ഒക്കെ സംബന്ധിച്ച് 10-22 വയസ്സായ കുട്ടിയാണ്, അവൻ പറഞ്ഞോട്ടെ. അതേസമയം അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞത്, ഇത് അവനെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യിച്ചതാണ്. അപ്പൊ നമ്മൾ ഇത് ഏതാണ് ഉത്തമ വിശ്വസിക്കേണ്ടത്? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉറച്ചു നിൽക്കണം, ഒന്നല്ലെങ്കിൽ മാനിപ്പുലേഷൻ എന്ന് പറയണം, അല്ലെങ്കിൽ അവന് ചുക്കിനും ചുണ്ണാമ്പിനൊന്നും കൊള്ളത്തില്ല, ഇവനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ്, അവന് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒന്നുമില്ല, അവന്റെ തലയിൽ കളിമണ്ണാണ് എന്ന് വേണം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ഉറച്ചു നിൽക്കണം. അതേസമയം പറഞ്ഞു അവനൊരു യുവാവാണ്, അവന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അവൻ കറന്റ് സിറ്റുവേഷൻ അല്ല പറഞ്ഞത്. ഈ കാണുന്ന രേണുസുതിയെ വൈറ്റ് വാഷ് അടിക്കാൻ നടക്കുന്ന മണ്ണങ്ങളോടും കൂടെയാണ് നമുക്ക് ഇത് പറയാനുള്ളത്. ഇവൻ എന്താണ് പറഞ്ഞത്? ഇവന്റെ ലൈഫ് സ്റ്റോറി ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഞാൻ മടുത്ത് കേട്ടോ. ഇവന്റെ ലൈഫ് സ്റ്റോറിയാണ് പറഞ്ഞത്. രേണുസുതി നീ അത് കണ്ടതല്ലേ, എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ വളച്ചടിച്ച് ഇപ്പൊ രേണുസുതിയാണ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. അവന്റെ കുട്ടിക്കാലത്ത് അവൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, ലൈഫ് സ്റ്റോറി. അപ്പൊ ഞാൻ ഇനി എങ്ങനെയും മണ്ണങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവോ? നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലായല്ലോ, അത് മതി. ഇവരെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ആൽബത്തിൽ അതൊക്കെ കാണിക്കുന്നതൊക്കെ തന്നെയാണ് സബിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഇച്ചിരി മെനയുണ്ട്, കോലമുണ്ട്, ഭംഗിയുണ്ട്. കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്തിനാ എക്സ്ക്ലൂസീവ് കണ്ടിട്ട് പുറത്തോടല്ലേ വേണ്ടത്. അപ്പൊ ഇത് ഇവള് പറയുന്നത് അവിടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ്. അപ്പം എന്താണ് പറയുന്നത്, ആൾക്കാർ പറയുന്നത് കുറച്ച് മെനയുണ്ടെന്ന്. അത് എന്ത് തരം മെനയാണെന്ന് എനിക്കറിയത്തില്ല. എന്ത് കോപ്പെങ്കിലും ആട്ടെ പോട്ടെ. കിച്ചു പറഞ്ഞൊരു കാര്യമാണ്, സുധിച്ചേട്ടന്റെ ചെലവിലാണ് കുടുംബം മൊത്തം ജീവിച്ചെന്നൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ശരിയാണ്. അത് കിച്ചു അത്രയൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സഹോദരങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ സുധിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, സുധിച്ചേട്ടൻ തിരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സഹോദരങ്ങൾക്ക് അങ്ങോട്ടും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കടമയായിട്ട് തന്നെ കാണുന്ന ആളാണ് ഞാൻ. അല്ലാതെ കടപ്പാടായിട്ടോ ബാധ്യതയായിട്ടോ കാണുന്നവരാണ് അതേക്കുറിച്ച് ഈ കുറ്റമായിട്ട് പറഞ്ഞു. അതെന്തു തരം കടപ്പാടാണെന്ന് എനിക്കറിയത്തില്ല. കിച്ചു പറഞ്ഞത്
ഒരു 10 അംഗങ്ങളോളം ഉണ്ട് ആ വീട്ടിൽ. ആ അംഗങ്ങളുടെ മൊത്തം ചെലവ് എന്താണ് സുധിയാണ് നോക്കിയിരുന്നത് എന്നുള്ള കാര്യമാണ് ലോക്ക്ഡൌൺ സമയത്ത്. അതുമല്ല അതിനു മുമ്പും പലതവണയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാരണമാണ് കടം ഉണ്ടായെന്ന്. അപ്പൊ ഇവിടെ ഇത് സംസാരിച്ചത് നമ്മുടെ രേണുവിന്റെ ചേച്ചിയാണ്, രമ്യാണ് വന്ന് സംസാരിച്ചത്. അപ്പൊ ഈ 10 അംഗങ്ങളെയും, അതായത് ഈ സുധിയുടെ, അതായത് എന്താണ് രേണുവിന്റെ ചേച്ചിയിലും ഹസ്ബൻഡിനും അവരുടെ മക്കളേലും അപ്പനെയും അമ്മയും എല്ലാം നോക്കേണ്ടത് കടമയാണെന്നാണ് പറയുന്നത്. അതെന്ത് തരം ലോജിക്കാണ് ഈ കേൾക്കുന്നത് നിങ്ങൾക്ക് അറിയോ? എടാ നമ്മളെ ഇപ്പൊ എന്നെ കെട്ടിച്ചു വിട്ട് ഞാൻ എന്റെ കെട്ടിയവന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാന് എന്റെ കെട്ടിയവും വീട്ടുകാരുടെ ചെലവും കൂടെ എന്റെ അപ്പം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നടക്കുന്ന കാര്യമാണോ? അത് എന്ത് തരം ലോജിക്കാന്ന് എനിക്ക് അറിയത്തില്ല. അതല്ല ഇപ്പൊ എന്റെ ആങ്ങളെയും ഒരു കുടുംബമായിട്ട് ജീവിക്കാന്ന് വെച്ചു. അപ്പം അവിടെ ഞാൻ കെട്ടിക്കേറി എന്റെ സ്വന്തം വീടാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരുവാ. അപ്പം പറയാ എന്റെ വീട്ടുകാരെ എന്റെ കെട്ടിയന്റെ വീട്ടുകാരെ എല്ലാം ചെലവ് നീ നോക്കണം, നീ അതിന്റെ കടമയാണെന്ന്. അങ്ങനെ ഒരു എല്ലാത്തിനും ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ലല്ലോ. അതിന് ഉളുപ്പെങ്കിലും വേണ്ടേ? പിന്നെ എന്നാ ചീരവത്ത് കളക്കാനാണ് എന്താണ് രമ്യയെ ഇവരെ കെട്ടിയവൻ കിട്ടിയത്? അത് കടമയാണ് പോലും. എന്റെ പൊന്നെ, ആ നോർമലൈസ് ചെയ്യുന്ന ആ രീതി ഒന്നും പറയാനില്ല. ഇവറ്റകളോടൊക്കെ എന്ത് പറയാനാണ്? ഞാൻ എന്തിനാണ് കേട്ടാതിരിക്കുന്നത്? ആവശ്യമുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ഇതാണ് പറഞ്ഞ മാനിപ്പുലേഷൻ ആണ്, റീച്ചാണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് നിൽക്കുന്നത്. പിന്നെ എല്ലാവരും രേണുസുധിയായിട്ട് അലക്കി കഴിഞ്ഞാൽ നല്ല എല്ലാവരും എനിക്കറിയാലോ. ഞാൻ പ്രോഗ്രസിൽ അറിയാമെന്ന് പറഞ്ഞു, ഞാൻ ഇതൊന്നും കാണാറ് പോലും ഇല്ലാതെ പക്ഷേ കണ്ണിൽ പെടുന്നതുകൊണ്ടാണ് അവരൊക്കെ ഇതിന്റെ പുറകിൽ കളിച്ചിട്ടുള്ളവരൊക്കെ എനിക്കറിയാം. എന്റെ വീട്ടിൽ ഞാൻ എന്തിനാണ് കേട്ടായിരിക്കാൻ? നിന്നെ അടിച്ച് പുറത്താക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോ? പിന്നെ നിന്റെ അവിടെ ചടങ്ങ് കൂടി കുറച്ച് ആൾക്കാർ അവിടെ കയറത്തില്ലേ, അവരെയും എപ്പോഴേ മടൽ വെട്ടി അടിച്ചിറക്കി ഓടിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം അതിന്റെ കാലം വിരുദ്ധമല്ല, അതിന്റെ കാലം വെക്കാലും അടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അടിച്ച് പുറത്താക്കാതെ നോക്കിക്കോ എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ എന്തിനാണ് പെണ്ണുമ്പിള്ള നിങ്ങൾ ഇടയ്ക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്? നിങ്ങളാണ് മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അടിച്ച് പടച്ചു വിടുന്നത്. കിച്ചുവിനെ ഞാൻ കുറ്റം പറയത്തില്ല, പക്ഷെ കിച്ചുവിനെതിരായിട്ട് പറയുന്നവരെല്ലാം ഞാൻ കോളാ പഠിച്ച് സപ്പോർട്ട് ചെയ്യും. ഞാനായിട്ടൊന്നും വന്ന് പറയത്തില്ല. ഞാനൊരു നല്ല അമ്മയാണ്, ഞാൻ പൈസ കൊടുക്കാറുണ്ട്, പൈസ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല അമ്മയാണ്, പൈസ കൊടുത്താൽ എല്ലാമായി. അവൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ് രേണു അമ്മ പൈസ തരാതെ ഇരുന്നിട്ടില്ല, അവൻ പൈസ തരുന്നുണ്ട്, അവൻ നിഷേധിച്ചിട്ടില്ല അതൊന്നും. ഞാനിനി എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക എനിക്കറിയത്തില്ല. ജാസി ശ്രീലക്ഷ്മിയൊക്കെ കണ്ടിട്ടുണ്ട്, അവരെല്ലാം സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. എനിക്കത് വളരെ ഭയങ്കര എന്താ പറയാ, ഒരുപാട് പേര് അവരോട് ചോദിച്ചപ്പോൾ അവർ സംസാരിച്ചു. അതല്ലാതെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ്, അവര് സ്വീറ്റി മാം, മമ്മി, അതുപോലെ ഒരുപാട് പേര്, അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. സത്യം പറഞ്ഞാൽ അവരൊക്കെ ഒരുപാട് പേര് വലിയ സെലിബ്രിറ്റികൾ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വിഷമിക്കാം. അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഞാൻ അവരെ കൊണ്ട് പറഞ്ഞൊന്നും ചെയ്യിപ്പിച്ചതല്ല. അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. എന്റെ വീഡിയോ, കിച്ചുവിന്റെ വീഡിയോ എല്ലാം കൂടെ കണ്ടിരുന്നിട്ട് അവർക്ക് വിഷമം സഹിക്കാൻ വയ്യാണ്ട് എല്ലാം കൂടെ വട്ടമേശ സമ്മേളനം കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. ഞാൻ അവരെല്ലാം കൊളാബ് ചെയ്ത് വിട്ടിട്ട് ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കിച്ചുമോനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഞാൻ അവന്റെ അമ്മയാണ്. ഞാൻ മരിക്കുന്നിടം വരെ അവന്റെ അമ്മയായിരിക്കും. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എല്ലാം വിവരമുള്ളവരാണ് എന്നെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് നെഗറ്റീവ് പറഞ്ഞ 1,999,099 പേരും എന്താണ് വിവരമില്ലാത്തവരാണ്. ഇതൊക്കെയാണ് രേണുവിന്റെ വാദങ്ങൾ. നമ്മൾ ഇതിനൊക്കെ എന്ത് മറുപടി കൊടുക്കേണ്ടത്? ഇവളെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യര് പോലും ഇവളെ എന്താണ് സപ്പോർട്ട് ചെയ്ത് വരുന്ന ഞാൻ കണ്ടില്ല. മറ്റേ എന്താണ് ദിയാസന, മറ്റേ നമ്മുടെ ജാസിയെ ഒന്നും പറയണ്ടല്ലോ. അവന് ഒരു പെണ്ണിനെ ഇതുപോലെ കെട്ടിക്കൊണ്ടുവന്നിട്ട് അവന് അന്നേരമാണ് അവന്റെ ട്രാൻസ് എന്താണ് അവന് ബോധ്യമത്. അങ്ങനെ ആ പെണ്ണിനെ ഉപേക്ഷിച്ച് വേറെ ഒരുത്തനെയും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവന്റെ ജീവിതം അവന്റെ ജീവിതവും കളഞ്ഞു. പിന്നെ ശ്രീലക്ഷ്മിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റും. എന്താണ് എവിടെ വേണേലും വ്യഭിചരിക്കാൻ പോകാം, ആർക്കും ആരുടെ ഭർത്താവിനെ വ്യഭിചരിക്കാം എന്ന് പറയുന്ന ഒരുത്തിയാണ് ശ്രീലക്ഷ്മി. അവള് തന്നെ അങ്ങനെ നടക്കുന്ന ഒരുത്തിയാണ്. അപ്പൊ അവളൊക്കെയാണ് ഇവർക്ക് വന്നെ സപ്പോർട്ട്. പിന്നെ ചാത്താൻ അവൻ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടു. പിന്നെ അഭിലാഷ് അവന് പറയാനേ ഇല്ല. എവിടുന്നോ കണക്കട്ട കുറെ അമ്മച്ചിമാരെയും തള്ളച്ചിമാരെയും സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് കാണിക്കുന്ന കണ്ടുകൊണ്ട് മോന്ത പിടിച്ച് ഒറ്റ തേമ്പ് വെച്ച് കൊടുക്കാൻ തോന്നും. അപ്പൊ അതുപോലുള്ള ഈ മക്കളാണ് ഇവളെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അല്ലാതെ ഈ കുടുംബത്തിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു തലയ്ക്ക് മൂളയോളം ഉള്ള ആരെങ്കിലും മൂളയുള്ള ആരെങ്കിലും ഇവളെ സപ്പോർട്ട് ചെയ്തോണ്ട് വരുമോ? എനിക്കറിയത്തില്ല ഇതുപോലെ. അപ്പൊ ഡ്രഗ് മാഫിയയുടെ കാരിയറാണ് അവിടെ അമ്മച്ചിയാണ് മനസ്സിലായോ? അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയയുടെ കാര്യം. ഷെഫീന ബീവിയുടെ കിട്ടിയോ? അവരുടെ അമ്മച്ചി. അത് ഷെബീന ബീബിയാണ് പറയുന്നത്. ഷെബീനയാണ് പറഞ്ഞത് എന്താണ് രേണുവിന്റെ ഈ സംഭവം സെർച്ച് ചെയ്യണം, അവള് എന്തോ കടത്ത് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അവർക്കുള്ള മറുപടി എനിക്ക് തോന്നുന്നില്ല കേട്ടോ. രേണുവിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ നമുക്ക് അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ ഈ എയർപോർട്ട് ചെക്കിംഗ് ഒക്കെ ഞങ്ങളൊക്കെ പോയിട്ട് വരുന്നതല്ലേ. പക്ഷെ അതുപോലെ നമ്മൾ സ്കാൻ ചെയ്ത് അതുപോലെ
തിരിച്ച് പ്രത്യേകിച്ച് അവിടെ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും നല്ല ചെക്കിംഗ് ഉണ്ട്. അപ്പൊ അത്ര എളുപ്പമല്ല, ഈസി ടു വേ അല്ല അത്. രേണു കഴിഞ്ഞ ദിവസം കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു, അതിനുശേഷം ഒരു ഡാൻസ്, അതാണ് ഏറ്റവും കൂടുതൽ വിമർശനം നിങ്ങൾക്ക് കാരണമായത്. അത് തന്നെ വിമർശിക്കുന്നവര് വിമർശിക്കട്ടെ. എനിക്കിപ്പോ കരഞ്ഞു, എന്റെ മാനസിക വശമാണ് ഞാൻ അവിടെ കരച്ചിലൂടെ വന്നത്. അപ്പൊ തന്നെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, രേണു ഇങ്ങനെ കരഞ്ഞിരിക്കാൻ പാടില്ല, നീ നല്ല വീഡിയോ ഇടുക, എന്റെ സബിൽ എന്താ നീ വീഡിയോ സബിലിടുക. എന്തായാലും ഞാൻ സബിലിടുന്ന എടുത്ത് ലോകം മുഴുവൻ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് വലിയ സംഭവം. അതുകൊണ്ട് എനിക്ക് നല്ല എന്ത് വേണേലും ഒക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഡയലോഗ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഒരേ സമയം സബ്സ്ക്രിപ്ഷനും കണ്ടന്റ് കൊടുത്തത്, അതാണ് ഈ പുള്ളിക്കാരിക്ക് ഏറ്റവും വലിയ നെഗ് വരാനുള്ള കാരണം. ഒരു വശത്ത് കരച്ചില്, മറുവശത്ത് എന്താണ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കാനുള്ളവർക്കുള്ള ഒരു സംഭവം. അപ്പൊ അത് ഒരേ ദിവസം ഒരേ സമയത്ത് കണ്ടപ്പോഴാണ് ഇവളെ സപ്പോർട്ട് ചെയ്തിരുന്നവരും കൂടെ എന്താണ് മാറ്റി പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു ബുദ്ധി എന്ന് പറഞ്ഞ ഒരു സാധനമില്ല, കളിമണ്ണ് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്താണ് വൈബാണ്, ഞാൻ എന്തോ വലിയ മാസാണ്, സെറ്റപ്പാണ്, മാടയാണ്, കോടയാണ്, അവിടെ ചക്കയാണ്, ചേനയാണെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ വരെയും ഈ 24-ാം തീയതി വരെയും ചേർത്ത് പിടിച്ചോണ്ടിരുന്നിട്ടും പിന്നെ പെട്ടെന്ന് എന്താണ് ചേർത്ത് പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞത്, അതൊക്കെ വെറുതെ അല്ലേ? എനിക്കറിയില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 22 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പം വളർന്നു വന്ന കുട്ടിയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്. ഇനി അവന്റെ സ്വന്തമായിട്ട് സമ്പാദിക്കാനായി ജീവിക്കട്ടെ. എനിക്കറിയത്തില്ല ചേട്ടാ, അവൻ എന്താണ് കംഫർട്ടബിൾ അല്ലാതെന്ന് അറിയത്തില്ല. എന്റെ പൊന്നു പെൺകൊച്ച, അല്ലെങ്കിൽ എന്റെ പൊന്നു പെണ്ണുമ്പളെ, അവൻ ലൈഫ് സ്റ്റോറിയാണ് പറഞ്ഞത്. അവൻ അത്രയും 10-32 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ചെയ്ത് അവന്റെ ലൈഫ് സ്റ്റോറി, അവൻ കൊച്ചിലെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ 3 വർഷത്തോളം കടച്ച് ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കണം, അവനോട് സംസാരിക്കാൻ ആരുമില്ല, അവനോട് ഒന്നും ചോദിക്കാൻ സുഖമാണോ എന്ന് ഒന്ന് ചിരിക്കാൻ പോലും അവിടെ ഒരു ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ പൊന്നു രേണു അവൻ അതിനകത്ത് പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പൊ അവൻ ഓക്കെയാണ്. അന്ന് അവന് കുട്ടിക്കാലത്ത് അവന് സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ആരും സപ്പോർട്ട് ചെയ്തില്ല. അത് കാരണം അവൻ കുറെ അധികം മോശം വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിരുന്നു. കാരണം അവനെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. അതിൽ വിരൽ ചൂണ്ടുന്ന നിന്നിലോട്ടാണ്. അപ്പൊ നീ 24 മണിക്കൂറും പറഞ്ഞു നടക്കുന്നുണ്ട്, എന്റെ മകൻ, എന്റെ കിച്ചു. നീ ഈ ഒലിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഇരുന്നിട്ട് പറയാതെ. എന്നിട്ട് എനിക്കൊന്നും മനസ്സിലായി, ഇതൊക്കെ നിന്റെ കുഴപ്പം, നിനക്കൊക്കെ ഒന്നും മനസ്സിലാകത്തില്ല. അതിന് നീ ഞാൻ എന്താ പറഞ്ഞത്, സ്വന്തം കൊച്ചിനെ പോലും അവള് തിരിഞ്ഞു നോക്കുന്നില്ല. അവൻ യുവാവല്ലേ, അവന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. അവന്റെ അഭിപ്രായമല്ലല്ലോ, അവന്റെ ആരോപണമാണ് പറഞ്ഞത്. അഭിപ്രായമല്ല, ആരോപണം. അതായത് രേണുസുതിക്കെതിരെ വന്ന ആരോപണമാണ് പറഞ്ഞത്. മനസ്സിലായോ? ജീവിക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഋതപ്പൻ 6 വയസ്സേ ഉള്ളൂ, അവൻ കുഞ്ഞാണ്. അവന് വേണ്ടിട്ട് എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. അത് ഞാൻ മുന്നോട്ട് അങ്ങനെ തന്നെ പോകും. ബുദ്ധിയും ബോധമില്ലാത്ത ഒരെണ്ണം എന്റെ പൊന്നെ, എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇതിനോടൊക്കെ സംസാരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടെ ഇങ്ങനെ വട്ടുപിടിക്കുന്ന രീതിക്കാകും. ചുമ്മാ 24 മണിക്കൂറും തലയും ചൊറിഞ്ഞ് നടക്കുന്നത് എന്തോ ഒരു വലിയൊരു പ്രശ്നമുണ്ട് രേണുവിന്. സൂചിച്ചേട്ടൻ മരിച്ച ചടങ്ങുകൾക്ക് ഉൾപ്പെടെയുള്ള ചെലവുകൾ വലിയൊരു ബില്ലാക്കി അത് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ട് തന്നു എന്നൊക്കെ കിച്ചു പറയുന്നുണ്ട്. അവർ തന്നെ കൊണ്ട്, അതായത് ഇതിന്റെ ആൾക്കാർ ഫ്ലവേഴ്സ് ഒക്കെ തന്നെയാണ് അവർ വന്ന് ആ ബില്ല് അവർ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മുടെ പപ്പായ്ക്കൊക്കെ അന്ന് ബോധം പോലെ ഇല്ലാതെ കിടക്കും, പപ്പായ സീരിയസ് ആയിട്ട് കിടപ്പായിരുന്നു. നമ്മളാരും എന്റെ കയ്യിൽ എന്തായാലും തന്നില്ല, അത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ബില്ല് 1.5 ലക്ഷം രൂപ ആയിരുന്നു. അത് കൊടുത്തു തീർത്ത് അവർ ഫ്ലവേഴ്സ് തന്നെ. ഇതൊക്കെ ബോധം ബുദ്ധിയൊന്നുമില്ല. ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞ് ഇങ്ങനെ കുറെ ഇത് മേക്കപ്പും ചെയ്ത് നടക്കാമെന്ന് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അത് അന്ന് എന്താണ് പ്രശ്നം ഉണ്ടായെന്ന് ഇവർ അറ്റ്ലീസ്റ്റ് ഇവരുടെ അളിയനെല്ലാം വിളിച്ച് ചോദിച്ചു അതെന്താണെന്ന് ക്ലാരിറ്റി ചെയ്യാനുള്ള ബോധം ഇവക്കില്ല. സത്യമാണ്, ഇവക്ക് ഇവിടെ ഒരു കുടുംബം ഇവക്ക് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു കഴിവില്ലാത്ത ഒരു പെണ്ണ്. ഞാൻ അത്യാവശ്യം എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു വ്യക്തിയാ. അപ്പൊ എന്റെ വീട്ടിലൊരു കാര്യമുണ്ടെങ്കിൽ ഞാൻ, എന്റെ അമ്മായിപ്പൻ, എന്റെ അമ്മായിമ്മ, എന്റെ ഹസ്ബൻഡ്, പിന്നെ ചേച്ചിയോടും അളിയനോടും ചോദിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രം അവരോട് ചോദിച്ച് ചെയ്യും. ഇപ്പം സ്റ്റിൽ അമ്മായിപ്പനില്ല, എന്നാ പോലും അവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ 3 പേരും, അതായത് അമ്മായിമ്മ, എന്റെ ഹസ്ബൻഡ്, ഞാൻ, പിന്നെ എന്റെ മക്കളോട് മൂത്ത ആളുണ്ട്, അവളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ, എന്നാലും ഞങ്ങള് എന്തെങ്കിലും കാര്യം ചെയ്യാനാണെങ്കിൽ രാത്രിയിൽ ഞങ്ങൾ ഹാളിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് അതിനെക്കുറിച്ച് ഒരു സംസാരം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ അമ്മായിച്ച മരിച്ചപ്പോഴാണെങ്കിലും എന്റെ ഹസ്ബൻഡ് വളരെയധികം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാനും എന്റെ അളിയനും ഒക്കെയാണ്, ഞങ്ങൾ രണ്ടും കൂടെയാണ് കാര്യങ്ങളെല്ലാം കൂടെ ഓൾമോസ്റ്റ് ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നത്, എല്ലാം A to Z. അപ്പം നമ്മൾ ഒരു കുടുംബത്തിന്റെ ഒരു കാര്യം ഇത്രയും ഒരു പൊസിഷൻ നിൽക്കുമ്പോഴത്തേക്ക് അതിന്റെ ഗൗരവത്തിൽ നിന്നിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ. ഈ പെണ്ണ് എന്താണ്, അതല്ല നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഫോൾട്ട് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സംസാരിക്കും ഡയറക്റ്റ്ലി. അതെന്താണെന്ന് ചോദിച്ച് സംസാരിച്ച് അത് എല്ലാരും കൂടെ കൂടി ഇരുന്ന് സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് പതിവ്. ഇത് ചുമ്മാ ഈ അലകഴിഞ്ഞ ഈ കുത്തഴിഞ്ഞ ജീവിതം എന്നൊക്കെ പറഞ്ഞോട് ചുമ്മാ അങ്ങോട്ട് എനിക്കൊന്നും ഇതിനെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു നടത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എന്തായിരുന്നു ചെയ്യേണ്ടത്, കിച്ചുവിനെ വിളിച്ച് ചോദിക്കണമായിരുന്നു. എന്റെ അറിവില് ഞാൻ കിച്ചുവായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇവര് തമ്മിൽ സംസാരിച്ചിട്ടില്ല, പിന്നെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.
പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്രശ്നം, അതുപോലെ തന്നെ ഇവിടെ അളിയനെയും വിളിച്ച് ചോദിക്കുന്നു അന്ന് എന്ത് തിരിമറിയാണ് നടന്നത് എന്ന് ചോദിക്കണം. ഇവർക്ക് അതിനുള്ള തന്റെ ഇടമില്ല, ധൈര്യമില്ല. ഈ ചുമ്മാ ഈ സോഷ്യൽ മീഡിയ വന്നിരുന്നിട്ട് ഇങ്ങനെ വള അടിക്കാന്നേ ഉള്ളൂ. കാരണം ഒരു സിംഗിൾ പാരന്റ് ആകുമ്പോഴത്തേക്ക് തന്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു ഒരു അലിഗേഷൻ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അത് പിണങ്ങിയാലേ അത് പിടക്കും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാലും കുഴപ്പമില്ല. ഇങ്ങനെ എന്താണ് നീ നനഞ്ഞവിടെ കുഴിക്കുന്നവന്മാരെ ഒന്നും വീട്ടിൽ നിർത്താതിരിക്കുക തന്നെയാണ് നല്ലത്. അവനൊക്കെ അടിച്ച് വെട്ടേണ്ട വാഴയാണെങ്കിൽ വെട്ടി തന്നെ കളയണം. അതാണ് അതിന്റെ രീതി. ഞാൻ അത്രേ ഉള്ളൂ. എത്ര വലിയ കൊടി കെട്ടിയെടുത്ത കൊമ്പനാണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാൻ വന്നവനാണെങ്കിൽ മക്കളെ വിട്ടോ, കയ്യാലേക്ക് പുറത്ത്, അവിടെ മതി എന്ന് ഞാനാണെ പറയും. കാരണം എനിക്ക് വലുത് എന്റെ കുടുംബമാണ്. അവിടെ വന്നിട്ട് പാര വെക്കുന്നവന്മാരെ ഞാൻ കൂടുതൽ അടുപ്പിക്കാറില്ല. വന്നോ പൊക്കോ കണ്ടോ നിന്നോ ആ ഒരു സെറ്റപ്പ്, അതിൽ കൂടുതലൊന്നും വേണ്ട എന്നാണ് ഞാനാണെങ്കിൽ അങ്ങനെ പറയും. അത്രേ ഉള്ളൂ. കാരണം കുടുംബം ഇമ്പമുള്ളതാകണം. അതെന്താണ് നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടാണ്. നാളെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കള് അല്ലേ ആ ഒരു സ്ഥാനത്തോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു ഇതൊക്കെ വേണം. അപ്പൊ നമ്മൾ ചുമ്മാ വാഴപ്പിണ്ടി ആയിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ചോദിക്കേണ്ടടുത്ത് ചോദിക്കണം, പറയേണ്ടടുത്ത് പറയണം. പക്ഷെ എന്ന് വെച്ച് എല്ലാ കാര്യത്തിലും കയറി ഇടപെട്ട് വള്ളി പിടിക്കണമെന്നല്ല. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കണം. അപ്പൊ ഈ ഒരു വിഷയം രേണു സംസാരിക്കേണ്ടത് തന്നെയായിരുന്നു. അപ്പൊ അത് ചുമ്മാ അയ്യോ എന്റെ ഫാമിലിയാണ് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഇരിക്കരുത്. അങ്ങനെ മൊണ്ണയും മന്നബുദ്ധിയും ആകരുത്. അപ്പം കുറെ അധികം ലെന്തി ആവുന്നുണ്ട് വീഡിയോ. പിന്നെ ശ്രീതു ഇന്നലെ എനിക്കൊരു മറുപടി തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ സമയമില്ല, ഇപ്പം ഞാൻ തരാം, വഴിയെ തരാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് സംഭവം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ശ്രദ്ധിക്കാം.